ദീപക് മോഹൻ തുടരുന്നുണ്ട്. ദീപക് മോഹൻ, ദൗത്യം പരാജയപ്പെട്ടാൽ മാത്രം വെടിവെച്ച് കൊല്ലാം എന്ന ഉത്തരവാണ് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ കൂട്ടിലായിരിക്കുന്നു കടുവ. ഇനി വെടിവെച്ച് കൊല്ലാൻ കഴിയില്ല. അതാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ തീരുമാനം. സുജയ, ഇപ്പോൾ ഈ പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത് ഈ കടുവയെ വെടിവെച്ച് കൊന്നതിന് ശേഷം മാത്രമേ ഇവിടെ വനം വകുപ്പിനെ പോകാൻ അനുവദിക്കൂ എന്നാണ്. ഇപ്പോൾ പ്രദേശവാസികൾ, ചേട്ടാ, വനം വകുപ്പ് പറയുന്നത് കടുവയെ വെടിവെച്ച് ദൗത്യം വിജയിച്ചത് കൊണ്ട് കടുവയെ വെടിവെക്കാതെ കൊണ്ടുപോകണമെന്നാണ്. ഈ കൂട്ടിലായ കടുവ എങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നാണ്. ഞങ്ങൾ ഇന്നലെ സർവകക്ഷിയായിട്ട് 10-30ഓളം ജനപ്രതിനിധികളും DFOയും CCFും സർവ രാഷ്ട്രീയ പ്രതിനിധികളും കൂടിയിട്ട് ഞങ്ങളൊരു മീറ്റിങ്ങിൽ ഒരു കരാർ വെച്ചിട്ടുണ്ട്. MLA പറഞ്ഞത് എന്താണ്? MLA പറഞ്ഞതും ഞങ്ങളുടെ കരാർ തീരുമാനവും ഇവിടെ ഈ കടുവയെ കൊല്ലാതെ കൊണ്ടുപോകാൻ പാടില്ല, ഇവിടെ സ്പോട്ടിൽ കൊല്ലണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വനംവകുപ്പ് പറയുന്നു കൂട്ടിലായ സ്ഥിതിക്ക് അങ്ങനെ കൊല്ലാൻ പറ്റില്ല. അങ്ങനെ ഈ നേരം വരെ പറഞ്ഞിട്ടില്ല. വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പുണ്ട്. ആ അറിയിപ്പ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇവിടെയുള്ള കരാർ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി ബന്ധപ്പെട്ട ജനത എന്ന നിലയ്ക്ക് ബത്തേരി നിയോജക മണ്ഡലം MLA അയാൾ വന്നിട്ട് കൃത്യമായിട്ട് ഞങ്ങളോട് ബോധ്യപ്പെടുത്തിക്കാൻ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അവർ വരട്ടെ. MLA വന്ന് കൃത്യമായിട്ട് ഞങ്ങൾ വിടില്ല എന്ന് തന്നെ ഇവിടുന്ന് കൊന്നിട്ടേ കൊണ്ടുപോകാവുള്ളൂ എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ്. നിങ്ങൾ പ്രതിഷേധിക്കും? അതുവരെയും പ്രതിഷേധിക്കും. ഞങ്ങളുടെ ഒരു ജീവനെയാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. ഈ കൊണ്ടുപോയപ്പോൾ ഇവരുടെ ജീവനെ സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു അത്താണീനെ കൊണ്ടുപോയിട്ട് 8 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് മെല്ലെ ഒളിച്ചൊരു കാപ്പിത്തോട്ടത്തിൻ്റെ ഈ ഉള്ളിൽ കൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ യാതൊരു കാരണവശാലും അത് സമ്മതിക്കില്ല എന്നൊരൊറ്റ തീരുമാനമാണ്. MLA വരും. MLA വന്നിട്ട് ആ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ഞങ്ങൾ വിടും. സുജിയ, ഇവർ പറയുന്നത് ഈ ബത്തേരി സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ എത്തിയതിനു ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ്. മാത്രമല്ല കടുവയെ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുള്ളൂ, ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കുള്ളൂ. ഇപ്പോൾ നമ്മളോടൊപ്പം ഷാജി എന്നൊരു പ്രദേശവാസി ചേരുന്നുണ്ട്. ഈ കടുവയ്ക്കായി കൂട് വെച്ചതിന് സമീപത്തുള്ള പമ്പിന്റെ ഓപ്പറേറ്ററാണ്. ഷാജിയുടെ കടുവ കുടുങ്ങി ഞാൻ കണ്ടു കൂട്ടിനകത്ത്. അപ്പൊ ഇനിയിപ്പോ കൊല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. കൊല്ലാതെ ഇവര് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് ലംഘിക്കലാണ്. അതായത് പ്രജീഷിനൊക്കെ ഞങ്ങൾക്കൊക്കെ വളരെ സങ്കടമുണ്ട് ഇവിടെ ജീവിക്കാനുള്ള ഇതിൽ. ഈ പ്രജീഷ് മരിച്ചു കഴിഞ്ഞ ബോഡി ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങാത്തത് ഇതിനെ ലാസ്റ്റ് കൊല്ലൂ എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയത്. എന്നിട്ടിപ്പോൾ കൂട്ടിലകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ കൊണ്ടുപോകുക എന്നുള്ള തീരുമാനം എടുക്കാന്ന് വെച്ചാൽ അത് ലംഘിക്കുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു സംഘടന ഇതിനെ കൊല്ലുന്നതിനെതിരെ കോടതിയിൽ ചെന്നിട്ടും കോടതി അവർക്ക് ഫൈൻ ഈടാക്കുകയത്. അതായത് കൊല്ലണം എന്നുള്ള അർത്ഥം കൊണ്ടാണല്ലോ ഫൈൻ ഈടാക്കിയത്. അപ്പോൾ ഈ കോടതിൻ്റെ വരെ ഒരു സപ്പോർട്ട് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ റെഡിയാണ്. എന്നിട്ട് ഇവർ കൊല്ലാതെ കൊണ്ടുപോകുക എന്നുള്ള പറഞ്ഞാൽ വനം വകുപ്പിൻ്റെ ധാർഷ്ട്യമാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ടതാണ്. അപ്പോൾ അതിന് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ തൊഴിലുറപ്പ് അതൊക്കെ ഇവിടെ പിള്ളേർ സ്കൂളിൽ പോണത് ഈ തോട്ടത്തിൽ കൂടെ എല്ലാം ഇത് ഈ കടുവകൾ ഇപ്പോൾ പിടിച്ച സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ്, വനം വകുപ്പിനില്ല. അതായത് വനം വകുപ്പിൻ്റെ സാധനം എന്ന് വെച്ചാൽ വനത്തിൽ കാണണം. ഈ പുറത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ തോട്ടത്തിൽ വനം വകുപ്പിലെ സാധനം ഒന്നും കാണാൻ പാടില്ല. അതാണ് കാടുനാടും വേർതിരിയണം. അത് തന്നെയാണ്